ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ചോസൻ എന്ന വെബ് സീരീസ് നമുക്ക് ഏറെ പരിചിതമാണ്. അതിൽ യേശുവിൻ്റെ ജനനം മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് പൂർണ്ണ ഗർഭിണിയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഒരു കഴുതപ്പുറത്തുമേറ്റി ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്യുന്ന വിശുദ്ധ യൗസേപ്പിതാവിനെ നാം കാണുന്നുണ്ട്. ആ സമയത്ത് പരിശുദ്ധമ്മ യൗസേപ്പിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അവിടെ നാം ചിത്രങ്ങളിൽ കാണുന്ന അതിമനോഹരമായിട്ടുള്ള രൂപമല്ല, വിയർത്തൊലിക്കുന്നുണ്ട്, അഴുക്ക് പുരണ്ടിട്ടുണ്ട്. ഇങ്ങനെ ക്ഷീണിതനായിട്ടുള്ള എന്നാൽ ഉത്സാഹം ഒട്ടും കുറവില്ലാത്ത വിശുദ്ധ യൗസേപ്പിതാവിനെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധമ്മ പറയുന്നുണ്ട്, എനിക്ക് കുറച്ചു നേരം നടക്കണമെന്ന്. പക്ഷേ വിശുദ്ധ യൗസേപ്പിതാവ് സമ്മതിക്കുന്നില്ല. ഇത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന് വ്യക്തമായിട്ട് ഒരു മറുപടിയും നൽകുന്നുണ്ട്. ഇങ്ങനെ പരസ്പരം മത്സരിച്ച് കരുതൽ നൽകുന്ന പരിശുദ്ധമ്മയെയും വിശുദ്ധ യൗസേപ്പിതാവിനെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് ഈ രംഗത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നാം നമ്മുടെ മനസ്സിലേക്ക് എടുക്കേണ്ടത്, ദാമ്പത്യത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളവരാണെങ്കിൽ പരസ്പരം മത്സരിച്ച് കരുതേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ മാതൃക നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവരുടെ യാത്ര മുന്നോട്ട് പോകുകയാണ്. അവർ ബെത്ലഹേമിലേക്ക് എത്തിച്ചേരുമ്പോൾ സത്രത്തിൻ്റെ മുൻപിൽ വിശുദ്ധ യൗസേപ്പിതാവ് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു മുറി സജ്ജമാക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ വളരെയധികം തർക്കങ്ങൾക്കൊടുവിൽ അവർക്ക് സത്രത്തിൽ ഇടം കിട്ടുന്നില്ല. നമുക്കറിയാം, ഒരു ഗർഭിണിയായിട്ടുള്ള യുവതിയുടെ ക്ലേശങ്ങൾ എന്തുമാത്രമാണെന്ന്. പ്രത്യേകിച്ച് ഗർഭവതികളായിട്ടുള്ള യുവതികൾക്കറിയാം എന്തുമാത്രം ക്ലേശങ്ങൾ അവർ സഹിക്കണമെന്ന്. വിശുദ്ധ യൗസേപ്പിതാവ് സത്രമുടമയോട് തർക്കിക്കുമ്പോൾ കഴുതപ്പുറത്തിരുന്നുകൊണ്ട് പരിശുദ്ധമ്മ നോക്കുന്നുണ്ട്. ആ സമയത്ത് നമുക്കറിയാം, ഇത്രമാത്രം ദൈവികമായിട്ടുള്ള രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അവസ്ഥയിൽ പോലും, ഇത്രമാത്രം സഹനങ്ങളുടെ മധ്യത്തിൽ പോലും പരിശുദ്ധമ്മ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം തങ്ങളുടെ കൂടെയില്ല എന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. നേരെ മറിച്ച് ദൈവത്തിനെ സ്തുതിക്കുന്ന സങ്കീർത്തനങ്ങൾ ചൊല്ലി ദൈവത്തെ സ്തുതിക്കുന്ന പരിശുദ്ധമ്മയെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ സന്ദേശം മറ്റൊന്നുമല്ല, വളരെയധികം ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, സഹനങ്ങൾ നമ്മുടെ പാപങ്ങൾ കൊണ്ടുള്ള സഹനങ്ങൾ അല്ല എങ്കിൽ ആ സഹനങ്ങളെല്ലാം എന്തുമാത്രം രക്ഷാകരമായി തീരുമെന്ന് പരിശുദ്ധമ്മയുടെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും ഈ ക്ലേശങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ സമയത്തും സ്തുതിപ്പ് അവരുടെ അധരങ്ങളിൽ നിന്ന് വിട്ടുമാറുന്നില്ല. പിന്നീട് അവർ ഒരു കാലിത്തൊഴുത്തിലേക്ക്, നമുക്കറിയാവുന്നതുപോലെ ഒരു കാലിത്തൊഴുത്തിലേക്ക് പോകുകയാണ്. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി തൊഴുത്ത് വൃത്തിയാക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവിനെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ തൊഴുത്ത് വൃത്തിയാക്കുന്ന, ചാണകവും വൈക്കോലും പുരണ്ട ആ തറയൊക്കെ മനോഹരമായിട്ട് വൃത്തിയാക്കുന്ന, ഉത്സാഹത്തോടെ വൃത്തിയാക്കുന്ന വിശുദ്ധ യൗസേപ്പിതാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പരസ്പരം ആ പ്രസവ വേദന അടുത്തു വരുന്ന സന്ദർഭത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിനെ നോക്കി പരിശുദ്ധമ്മ പറയുന്നുണ്ട്, എനിക്ക് ഭയമാകുന്നുവെന്ന്. അപ്പോൾ വിശുദ്ധ യൗസേപ്പിതാവ് മറിയത്തിൻ്റെ മുഖത്തോട് നോക്കി എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം പറയുന്നു, ദൈവദൂതൻ നമ്മോട് പറഞ്ഞ കാര്യം ആദ്യമായി പറഞ്ഞത് എന്താണെന്ന് ഓർക്കുന്നില്ലേ? എന്താണ് പറഞ്ഞത്? ഭയപ്പെടേണ്ട എന്ന്. അതെ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത് ദൈവദൂതനാണ്. ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ദൈവത്തിൻ്റെ ദൂതാണ്. ഒരിക്കലും നാം ഭയപ്പെടേണ്ട, ദൈവം എല്ലാം ഒരുക്കിക്കൊള്ളും. ആരെങ്കിലും സഹായത്തിന് വിളിക്കേണ്ടേ എന്ന് പരിശുദ്ധമ്മ ചോദിക്കുമ്പോൾ പറയുന്ന വാക്കുകളാണിത്. ഭയപ്പെടേണ്ട, ഇത് ദൈവം കരുതിക്കൊള്ളുമെന്നുള്ള മറുപടി. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ വചനങ്ങളിലുള്ള വാക്കുകളിലുള്ള വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഉറച്ച വിശ്വാസം, അടിയുറച്ച വിശ്വാസം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. പരിശുദ്ധ അമ്മയെ ധൈര്യപ്പെടുത്തുന്ന ഉത്തമനായ ഒരു ഭർത്താവ്, ഉത്തമനായ ഒരു കാവൽക്കാരനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ സുന്ദരമായിട്ടുള്ള സന്ദേശങ്ങൾ ഇന്ന്
നമുക്ക് സ്വീകരിക്കാം. ആ പരസ്പരം മത്സരിച്ച് കരുതുന്ന ദമ്പതികൾ ആ എത്ര ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അധരങ്ങളിൽ നിന്ന് ദൈവസ്തുതി മാറാത്ത അവസ്ഥ, അതോടൊപ്പം തന്നെ ജീവിതത്തിലെ ഭയത്തിൻ്റെ സന്ദർഭങ്ങളിലെല്ലാം ആ ഭയപ്പെടേണ്ട എന്ന ദൈവവചനം ഓർത്ത് പരസ്പരം ആശ്വസിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ദമ്പതികൾ. ഈ സന്ദേശങ്ങളെല്ലാം നമുക്കിന്ന് നമ്മുടെ മനസ്സിലേക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.